ഹലോ എവരിവൺ. അപ്പോൾ ഇന്ന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങളുടെ ഫെയർവെല്ലാണ്. അപ്പം അതിനിപ്പോൾ റെഡിയാവുകയാണ്. ഞങ്ങളുടെ ജൂനിയേഴ്സ് ഞങ്ങൾക്ക് തരുന്ന ഫെയർവെല്ലായിരുന്നു. ഇപ്പം സാരി എടുക്കണം. ഇച്ചിരി കുളിച്ച് വന്നിട്ടാണ് സാരി എടുക്കാൻ. സന്തോഷമുണ്ട്, ഭയങ്കര സങ്കടമുണ്ട്. കാരണം 3 വർഷം പോയത് ഞാൻ അറിഞ്ഞില്ലേ ഗൈസ്. ഫ്രണ്ട്സ് അങ്ങനത്തെ ഒറ്റയ്ക്ക് വിട്ടു പോകാമെന്നുള്ളത് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. 10:30 പ്രോഗ്രാം. പക്ഷേ ഞാൻ ഒരുങ്ങി കിട്ടി വരുമ്പോഴേക്കും ടൈം എടുത്തു. നല്ല തിരക്കുണ്ടായിരുന്നു. ബസ്സിലാണ് പോയത്. പിന്നെ മനുഷ്യരൊക്കെ എത്തി. അപ്പോൾ എനിക്ക് കുറച്ച് നടക്കാനുണ്ട് കോളേജിലേക്ക്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ആദിത്യ, അവൾ സ്കൂട്ടി എടുത്തിട്ട് വന്നു. ഞാൻ അതുവരെ നടക്കണ്ടേ പറഞ്ഞിട്ട് അവൾ സ്കൂട്ടി എടുത്തിട്ട് എന്നെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു. അവൾക്ക് ലൈസൻസ് ഒന്നുമില്ല. ഞങ്ങൾ അനുശ്രീയുടെ വീട്ടിൽ നിന്ന് കോളേജിലേക്ക് പോവാണ്. ആര്യ ഇവരൊക്കെ എൻ്റെ അടുത്ത് സാരി എടുക്കാൻ പറഞ്ഞിട്ട് നോക്കി. ഇവര് ബ്ലൗസ് കിട്ടിയില്ല കൊണ്ട് ഇവർ സാരി എടുക്കില്ല. പക്ഷെ ഞാൻ സുന്ദരിയായി എന്തായാലും ഇവരെ കാട്ടും. ആയിത്യ ഞാൻ ദീപ്തി ഗായ്സ്, ഞങ്ങൾ ഫെയർവെല്ലിന് പോവാണ് ഗായ്സ്. അപ്പോൾ പപ്സ് കിട്ടുന്നൊക്കെയാണ് പറയുന്നത്. അതെ, പപ്സും നാരങ്ങവെള്ളമാണെന്ന് പറഞ്ഞ് കേട്ടു. ആയിത്യ, ഇനി നമ്മള് കഴിഞ്ഞു. ഇനി എന്താ പറയാനുള്ളത് എന്നെ പറ്റി? എന്നെ പറ്റി പറഞ്ഞാൽ ചിലപ്പോ കരയും. ഇന്ന് ഞങ്ങൾ എല്ലാരും കരഞ്ഞ് അഭിനയിക്കാൻ പോവുകയാണ്. അതെ, ഇന്ന് എന്റെ യൂട്യൂബ് ചാനൽ ഞാൻ യൂട്യൂബ് വ്ളോഗ് തുടങ്ങിയിട്ട് ഇൻസ്പയർഡ് ആയിട്ട് ഇതാ ഷിമി വ്ളോഗ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാരും ഷിമിയുടെ വീഡിയോ എടുക്കാം കേട്ടോ. ഓക്കെ, ഇതെനിക്ക് ദീപ്തി എടുത്തുന്ന വീഡിയോ ആണ്. സ്ലോ മോഷനിൽ ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് എനിക്ക് സാരി എടുത്തിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ ഫുൾ കരച്ചിലൊക്കെ ആയിരുന്നു. പക്ഷെ എനിക്ക് ഇന്നലെ എക്സാം കഴിയുന്ന വരെ വലിയ ഫീലൊന്നും ഉണ്ടായിരുന്നില്ല കോളേജ് കഴിയാമെന്നുള്ളത്. പക്ഷേ എന്താ പറയുക, ഒരു രാത്രിയൊക്കെ ആയപ്പോൾ ഇങ്ങനെ ഞങ്ങളെ ഒരു ഗ്രൂപ്പിലൊക്കെ ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ ഭയങ്കര സങ്കടം, എന്തോ ഒരു ഫീൽ പോലെ. പിന്നെ ഞങ്ങളുടെ മിസ്സ് കരയുന്നത് കണ്ടപ്പോഴാണ് ഞങ്ങളെല്ലാവരും കരഞ്ഞത്. പാവം മിസ്സിനെ ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് രേഷ്മ മിസ്സിനെ. ഭയങ്കര ഒരു പാവ മിസ്സാട്ടോ ഞങ്ങളുടെ മിസ്സിനെ. ഞങ്ങൾ ഒരുപാട് മിസ് ചെയ്യും. മിസ്സ് കരഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കരഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും പറയുന്നുണ്ടായിരുന്നു മിസ്സിൻ്റെ കാര്യം. പിന്നെ ദീപ്തിനെ വീഡിയോയിൽ പെടുത്തിയില്ല പറഞ്ഞിട്ട് ദീപ്തി ഒറ്റയ്ക്ക് എൻ്റെ ഫോൺ എടുത്തിട്ട് അവൾ സങ്കടം തീർത്താണ്. അവൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, മൂക്കൊക്കെ ചെറിയുണ്ട്. മനസ്സിലാവാനും എല്ലാവരുടെ കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഉണ്ട്. നമുക്ക് എല്ലാവരും ഒപ്പം ഉണ്ട് എന്നൊരു തോന്നലൊക്കെ വന്നു. പിന്നെ ക്ലാസ്സിൽ ഒട്ടും കോപ്പറേഷൻ ക്ലാസ്സാണ്. അത് പിന്നെ ഞങ്ങളോട് പറഞ്ഞു സെക്കൻഡ് ഇയേഴ്സ് നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് പറയാൻ. അങ്ങനെ ഞങ്ങൾ ഫീഡ്ബാക്കൊക്കെ പറഞ്ഞതാണ്. എന്തായാലും അടിപൊളിയായിരുന്നു. സെക്കൻഡ് ഇയേഴ്സിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഞങ്ങൾ ഇന്നത്തെ ദിവസം ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ.